ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്ന് പുതിയ വീട്ടിലും പുതിയ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് വീടിനെ സംബന്ധിച്ചായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിലോട്ട് ഞാൻ വരാം. അതിന് മുമ്പ് ഞാനിപ്പോൾ ലൈഫിലൂടെ കടന്നു പോകുന്ന കുറച്ച് പ്രതിസന്ധികളും കൂടി പറഞ്ഞു തരാം ഗൈസ്. ആകെ ശോകമാണ് മക്കളെ. നമ്മുടെ വീട്ടിൽ ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും ഭാര്യയാണെങ്കിലും കുട്ടിയാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും ഓലൊക്കെ ഉണ്ടെങ്കിലേ ഒരു രസമുള്ളൂ. അല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞിമാരിയാണ് നമ്മൾ കുറേ ജീവിക്കുന്നത്. അതായത് വരെ രാവിലെ വരും, ജിമ്മിന് പോവും, വീട്ടിൽ വരും, ചായ കുടിക്കും, കടന്നുറങ്ങും, ജോലിക്ക് പോവും. ഒരു സുഖമല്ല. ആരോടും മുണ്ടി പറയാൻ എന്താ ഇപ്പോൾ കുറേ സംസാരം. മറ്റേത് അതൊന്നുമല്ല, കളിയും ചിരിയും കുറേ ഓല ദ്രോഹിച്ചിട്ടും അതായത് വെറുപ്പിച്ചിട്ടും അതൊരു വേറെ രസമാണ്. അതൊക്കെ ഇപ്പോൾ സത്യത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടോ. ഉപ്പ പോയതോടുകൂടി എല്ലാ സമാധാനം പോയി എന്നറിയാം. കാരണം എല്ലാ ചിറിയും കളിയും മെയിനായിട്ട് ഉമ്മയുടെ ചിറി പോയി. അതായത് ഉമ്മ ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു നമ്മളെ വീട്ടിലെ മറ്റോ പറഞ്ഞ മാതിരി ഉപ്പ ഇല്ലാത്ത ഉമ്മറക്കോലായി ഉമ്മ ഇല്ലാത്ത അടുക്കളയാണ് നമ്മുടെ വീട്ടിലെ നരകം എന്ന് പറഞ്ഞ മാതിരി. ഇപ്പോൾ ഉപ്പ ഇല്ലാത്ത ഉമ്മറക്കോലായി വന്നപ്പോൾ ഉമ്മ ഉണ്ട്, പക്ഷെ അടുക്കള നരകമാണെന്ന് പറയാം. അതായത് ചെറിയും കളിയൊന്നുമില്ല. ഉമ്മ എന്തോ ലെവലിൽ എനിക്ക് ചോറ് വെച്ച് തരും, ചായ വെച്ച് തരും, കറന്നോ ചോറുന്നോ. അതല്ലാതെ വേറെ ആ പഴയ ഉമ്മാനൊക്കെ നഷ്ടപ്പെട്ടിരിക്കണേ. എന്താ വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ ചക്കര ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് പോവുകയാണെങ്കിലും അതായത് വേറൊരു വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ പാപ്പിനെ അവിടുത്തെ വീട്ടിലെ കുട്ടിയായി. ഓക്കെ, പിന്നെ അവർ വിരുന്ന് വരുന്നവരെ വരും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ജീവിച്ച കാലം മുതലൊക്കെ നമ്മൾ ഒരുമിച്ച് നിന്ന് കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴും ആ ഒരു റിക്കവറിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഉപ്പ എന്നേക്കുമായിട്ട് ഉപ്പ പോയി. ഓക്കെ, അപ്പോൾ പിന്നെ ആകെ മൊത്തത്തിലെല്ലാം പാടെ ഒരുമിച്ച് വന്നത് നമുക്ക് നമ്മുടെ ലൈഫിലാകെ ഒരു അടിയായി പോയി കഴിച്ചു. ഭയങ്കര ഉൾക്കൊള്ളാൻ പറ്റാതെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടന്നു പോയി. ഇപ്പം കല്യാണം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ആവശ്യമാണ്. നമ്മുടെയൊക്കെ നല്ല രീതിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷമാണ്. അതല്ല ഞാൻ ഉപ്പൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്. ഓക്കെ, ഇപ്പോഴാണ് നമ്മുടെ ചാനലിന് ശരിക്കും ആ പേര് വന്നു, ഉമ്മയും മോനും എന്നുള്ളത്. ഇപ്പോൾ സത്യത്തിൽ ഉമ്മയും മോനും മാത്രമേ ഉള്ളൂ വീട്ടിൽ, വേറെ ആരുമില്ല. ഉമ്മ കുറേ അടുക്കളയിലോ അല്ലെങ്കിൽ റൂമിലോ ഉണ്ടാവും, ഞാൻ കുറേ സിറ്റ് ഔട്ടിലുണ്ടാവും. അങ്ങനത്തെ ഒരു ജീവിതമായിപ്പോയി. അപ്പോൾ കുട്ടികളും മക്കളും സിനു അവർക്ക് പറയാൻ ഞങ്ങൾക്ക് ഒരാഴ്ച ആയി പോലും അവരുടെ വീട്ടിലാണ്. അവർക്ക് സിറ്റുവേഷൻ അതാണ്. പനി, തീരെ വയ്യ, ഡെലിവറി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അല്ലാതെ മല്ലിക്കെട്ടാനൊന്നും പറ്റില്ല. അവൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഓൾക്കും ഉണ്ട്. അസുഖത്തിൻ്റെ എല്ലാം കൊണ്ട് കുട്ടീൻ്റെ കരച്ചിലും ഒക്കെ പാടായിട്ട് അതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓളെല്ലാം മാറിയിട്ട് വന്നോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ മോളെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കളിപ്പിച്ചിരിക്കുക. അപ്പോൾ അതും പറ്റില്ല. പിന്നെ എനിക്ക് അവിടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒറ്റക്കാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് അവിടെ പോയിട്ടൊന്ന് തല കാണിച്ച് ഇങ്ങോട്ട് വരും. ഉമ്മാനെ പിന്നെ എപ്പോഴും ഞാൻ പോണതിനനുസരിച്ച് ഉമ്മാനെ ഇങ്ങനെ എല്ലായിടത്തേക്കും കൊണ്ടുപോയാക്കണം മോശമല്ലേ. കാരണം ഇങ്ങനെ വീട് തനിയെ ഇങ്ങനെ കിടക്കും. പക്ഷേ അതാണ് പറഞ്ഞത്, നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഈ സമയവും കടന്നു പോകുന്നറിയാം. വല്ലാത്തൊരവസ്ഥയിലൂടെ ഗൈസ് ഇപ്പോൾ പോകുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ ഇടക്കും തലക്കൊക്കെ ആയിട്ടൊക്കെ വീഡിയോ ഒന്നും പ്രോപ്പറായിട്ടൊന്നും ഇടുന്നില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ തിരിച്ചു വരും, എല്ലാവരും ഒരുമിക്കും, എല്ലാവരും വന്ന് ഒക്കെ അടിപൊളിയാവും. എല്ലാവരും കെട്ടിച്ചു വിട്ടവരൊക്കെ എന്തായാലും സുഖമായിട്ട് എല്ലാവരും നേരങ്ങത്തിൽ പോകട്ടെ. എന്തായാലും ഉമ്മാൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് വേറെ ഞാൻ എപ്പോഴും ചെറുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. പക്ഷെ എന്നാലും ആ ഒരു ചെറിയിലേക്കൊന്നും എത്തുന്നില്ല. പണ്ടത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ വീഡിയോസ് കാണാൻ മാത്രമാണ് ആൾക്കാർ. ഉമ്മാൻ്റെ എന്താന്ന് എട്ടും തരമില്ലാത്ത വർത്താനവും, അതായത് എടുത്ത് ചാടി വർത്താനം എന്താണ് പറയണതെന്ന് തന്നെ അറിയില്ല. പക്ഷെ അതൊക്കെ വീഡിയോസിലും അതായത് എൻ്റെ ലൈഫിലൊക്കെ അതിപ്പോൾ ബാധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാമല്ലോ. ഒക്കെ ഈ സമയവും കടന്നു പോകും ഗൈസ്. എന്തായാലും ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് കുറേ പേര് എന്നോട് വിളിച്ച് ചോദിക്കുന്നതാണ്, ന്യൂഫിലെ ഈ വീടിപ്പോൾ ഇതുവരെ എത്ര ബഡ്ജറ്റായി എന്നുള്ളത്, ലക്ഷങ്ങൾ എത്രയായി എന്ന് ചോദിച്ചാൽ. ലക്ഷങ്ങളായെന്ന് ചോദിച്ചാൽ ലക്ഷങ്ങളായിട്ടുണ്ടാവാതിരിക്കൂലല്ലോ. പക്ഷേ എത്രയായി, എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് പറയുമോ, നമുക്കും ചെയ്യാനാണ്. ഒരിക്കലും എൻ്റെ കോസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒന്നും കൊണ്ട് പറയുന്നതല്ല. കാരണം നമ്മളൊരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഓപ്പണായിട്ട് പറയാം, നമുക്കൊരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പരസ്യം ആഡും ഒക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രയ്ക്ക് കിട്ടി നിങ്ങൾക്ക് അത്രയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല. അത് ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുക നമ്മൾ പറയാം, എല്ലാവർക്കും നിങ്ങളിഷ്ടം. ഓക്കെ, അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഈ കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ട് ഏതൊരു മനുഷ്യന് വീട് വെക്കുകയാണെങ്കിലും 10 രൂപ എവിടെ നിന്നാണ് കുറവ് കിട്ടുകയെന്ന് നോക്കുള്ളൂ. കാരണം വീട് പണിയുടെ അവസാന സ്റ്റേജ് എത്തുമ്പോഴേക്കും ആൾ സീറോയിലേക്ക് എത്തും. അതായത് അങ്ങനെയാണ്. അല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലി
ബാക്കി പൈസക്കാരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. നമ്മളെപ്പോലുള്ള ആളുകൾ മിഡിൽ ക്ലാസ്, അതായത് പുതുതായിട്ട് നമുക്ക് വെക്കാൻ പോകുന്ന ആളുകൾ, അല്ലാതെ പാരമ്പര്യമായിട്ട് സ്വത്തുള്ള കാര്യമല്ല നമ്മൾ പറഞ്ഞത്. അല്ലാത്ത ആളുകൾ ആഗ്രഹിച്ചൊരു വീട് വെക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ പോക്കറ്റ് കയറും. അപ്പോൾ ആദ്യം മുതലേ നമ്മൾ പൈസ പിടിച്ച് എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ കുറച്ച് നല്ല സാധനം കിട്ടാൻ പറ്റുമെന്ന് നോക്കുക. അത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ നൂഫിലിന് അത് കിട്ടിയിട്ട് നൂഫിൽ അത് ചെയ്തെന്ന് പറയല്ലേ. എന്നെ കൊണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മളത് ചെയ്യും. കാരണം നമ്മുടെ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ഇതിൽ അൽഹംദുലില്ലാ എങ്ങനെയെങ്കിലും എല്ലാവരെയൊക്കെ ഇരുത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ്. എൻ്റെ ഒരു ഉപ്പാനെ കയറ്റാൻ പറ്റിയില്ല, അത് ഉപ്പാൻ്റെ രീതിയാണ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒക്കെ പടച്ചവൻ്റെ കയ്യിൽ എന്തായാലും ഭാഗ്യം നൽകട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും ഇതുവരെ എത്തിയില്ല അല്ലേ, അൽഹംദുലില്ലാ എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫുൾ ബഡ്ജറ്റ് എത്രയെന്ന് എനിക്ക് തന്നെ വലിയൊരു പിടുത്തമല്ല. അത് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല, ഞാൻ വാർപ്പ് വരെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സ്ഥലം വാങ്ങിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് വെച്ചത് എത്ര സെൻറ്റാണെന്ന് ചോദിച്ചു. 10 സെൻറ്റ് സ്ഥലമാണ്. അതായത് ഏകദേശം റോഡ് സൈഡാണ്. അതായത് നമുക്ക് തൃക്കടിയിൽ എന്ന് പറഞ്ഞ സിറ്റിയാണ്, ഇവിടുന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രൈസ് ഇവിടെ ഉണ്ട്. എത്ര പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇനി വേറെ സ്ഥലങ്ങൾ വിറ്റ് പോകാനുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രൈസ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ എടുത്തിട്ട് 1 ഇയറായി. പിന്നെ സ്ഥലം നമ്മളെ സ്ഥലത്തിന് നമ്മളാണുള്ള വില പറയാം, അവരുടെ ഇഷ്ടത്തിലുള്ള വില പറയും. പക്ഷെ എനിക്കത് 1.60 റേഞ്ചിൽ വന്നിട്ടുണ്ട്. 10 സെൻറ്റ് സ്ഥലം വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ ഊഹിച്ചോളി എത്ര വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം. അങ്ങനെ സ്ഥലം വാങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെര വെക്കാം, തറട്ട് വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ എല്ലാവരും തറട്ട് വെക്കലുണ്ട്, 1 വർഷമൊക്കെ തറട്ട് വെക്കും. അതൊന്ന് തറ ഒന്ന് സെറ്റായി കിട്ടാൻ വേണം. അപ്പോൾ ഞാനങ്ങനെ തറട്ട് വെക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഉള്ള ബാക്കി പൈസ കൂടി തറയും പാടെ ഇട്ട് വെച്ചിട്ടോ. തറട്ട് വെച്ചപ്പോൾ ഇവിടെ നല്ല ബലം പണ്ട് ഇവിടെ വെട്ടിയായിരുന്ന സ്ഥലമാണ്. അങ്ങനെ നല്ല ബലം തോന്നിയപ്പോൾ പിന്നെ ഇത് ഉറക്കേണ്ട സമയമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കങ്ങനെ വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കത് എങ്ങനെയെങ്കിലുമൊക്കെ ആക്കണം മക്കളെ. എൻ്റെ എന്ത് കാര്യം അങ്ങനെ തന്നെ. പിന്നെ ഒരു ജോലിക്ക് ആക്കുകയാണെങ്കിലും അതിൽ വേറെ ഇനിയിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ആണെങ്കിലും, ഇന്നൊരു കൂലിപ്പണിക്ക് വിടുകയാണെങ്കിൽ, ഇന്നൊരു ചായക്കടയ്ക്ക് വിടുകയാണെങ്കിലും എനിക്ക് അവിടെ ആത്മാർത്ഥത പുലർത്തണം. അതായത് ഇന്നേം കൊണ്ട് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് ഞാൻ ചെയ്യലുണ്ട്. അതന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഞാൻ ചെയ്തിരുന്ന കൂലിപ്പണിയാണെങ്കിലും ഒക്കെ ഞാൻ ആത്മാർത്ഥത കൂടുതലായിട്ട് കൊടുക്കട്ടോ. എന്ത് കാര്യം പഠിക്കാൻ മാത്രം കൊടുത്തില്ല, കാരണം അതിനുള്ള അവസരം നമുക്ക് കിട്ടിയിരുന്നില്ല. ഓക്കെ, പിന്നെ ആർമിക്ക് കൊടുത്തായിരുന്നു, അതിനെ പഠിച്ചോൻ വിധിച്ചില്ല. ഓക്കെ, അതും ഏകദേശം ആ ഒരു ലെവൽ വരെ എത്തിയതാണ്. അതൊക്കെ ആക്കാൻ പറഞ്ഞൊരു വിധിയാണ് ഒരു മനുഷ്യനെ ഏത് ലെവലിലേക്ക് എത്തിക്കുന്നുള്ളത്. ഓക്കെ, അങ്ങനെ തറട്ട് പിന്നെ ചുമരും പടുത്ത് പിന്നെ കിട്ടുന്ന ഞാൻ പണിയെടുക്കുന്ന പൈസ മൊത്തം വീട്ടിലോട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് ഈ വീട്ടിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന വീട്ടിലോട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ എനിക്ക് വേറെ ഒരു ചിലവോ കാര്യങ്ങളോ ദൂർത്തടിയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യുക, വണ്ടി അപ്ഡേറ്റ് ചെയ്യുക, ഒന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് അതിനൊന്നും മൈൻഡ് പോയില്ല. എങ്ങനെയെങ്കിലും ഇത് കയറ്റാറിച്ചിട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പെങ്ങളെ കല്യാണം വന്ന്, അപ്പോൾ എന്തായാലും പിന്നെ അതിനുള്ളത് ഞാൻ പിന്നെ മാറ്റി ഇങ്ങനെ അതിൽക്കുള്ളത് ഞാൻ ആദ്യം മുതലേ സ്വരും കൂട്ടി വെച്ചായിരുന്നു. ഗോൾഡ് വാങ്ങിയിട്ടും അതാക്കിയിട്ടും അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. അങ്ങനെ പെങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഉപ്പാൻ്റെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും, അത് വിചാരിക്കാത്തൊരു ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ആളുകൾ പറയും ഇതൊക്കെ ചെയ്തതിന് ഇതിനെ വിളിച്ച് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഈ ഒരു വീട് പണി എടുക്കുന്ന ടൈമിൽ എനിക്ക് വന്ന കാര്യങ്ങളാട്ടോ. അത് അങ്ങനെ മനസ്സിലാക്കിയാൽ അതല്ല നൗഫൽ ഇത് പറയുകയാണ്, അത് വിളിച്ച് പറയാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ കേസും പിന്നെ അപ്പോഴേക്കും സിനുവിൻ്റെ ഡെലിവറിയും ഒക്കെ പാടെ ഒരുമിച്ച് വന്ന്, അല്ലാന്നുണ്ടെങ്കിൽ പെരപ്പണി കുറച്ച് മുമ്പേ ഫിനിഷിങ് ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിന് മാത്രമൊക്കെ വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുമെന്ന് ഒരിക്കലും ഇല്ല കേട്ടോ. അത്രയും എന്നാൽ എല്ലാവരും ഇത്ര വലിയ 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 യൂട്യൂബേഴ്സൊക്കെ വെക്കൂലേ, നമുക്കത് മാത്രമല്ല, ഞാൻ ആഡായിട്ടും പ്രൊമോഷനായിട്ടും പിന്നെ യൂട്യൂബായിട്ടും 2 ചാനൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടും പിന്നെ അതുമല്ല സ്റ്റുഡിയോയിൽ വർക്കായിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. കാരണം ദൂർത്തടികളില്ല, എല്ലാതും ഒരു റോളിങ്ങിൽ ഇതുവരെ എത്തിച്ചു എന്നുള്ള ഒരു പടച്ചോൻ്റെ കുതിരത്ത്. പിന്നെ പെരപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയാണ് തറക്കല്ലിട്ടുന്നത്, ഈ വാർപ്പിന് ഇതൊക്കെ ഉപ്പൻ്റെ ഐശ്വര്യമാണ്. പക്ഷെ ഉപ്പൊക്കെ ഇരിക്കാതെ യോഗം ഉണ്ടായില്ല മക്കളെ. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എത്ര പൈസ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടുത്തം എനിക്കില്ല. ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്നതിനനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നു. ചിലപ്പോൾ ആ മാസം എന്നെ കൂടി ചിലപ്പോൾ എത്തില്ലെങ്കിൽ അടുത്ത മാസം പാടെ എങ്ങനെയെങ്കിലുമൊക്കെ അത് മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. ഓക്കെ, അതാണ്. അല്ലാതെ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ എഞ്ചിനീയർ അക്ബർ ഖാൻ്റെ നല്ല സപ്പോർട്ടുണ്ട്. അത് എനിക്കത് മൂപ്പരെ കിട്ടിയ ഒരുപാട് വലിയ ഒരു ഹെൽപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാരായിക്കോട്ടെ, ഇപ്പോൾ ഒരു വീടിൻ്റെ ഒരു അത്താണി എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന പണിക്കാരാണ്. നല്ല പണിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ നിന്നൊക്കെ പണിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ പക്ഷേ നാട്ടിലത്തെ പണിക്കാർ മോശം എന്ന് പറയില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ മൂപ്പരാണ്ട് ഏൽപ്പിച്ചപ്പോൾ ആ പണിക്കാർ പെട്ടെന്ന് വന്ന് പണികൾ തീർത്ത് ഇങ്ങനെ പോയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. തേപ്പായിക്കോട്ടെ, ടൈൽസ് ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ ഇനിയിപ്പോൾ ഇൻറ്റീരിയർ ഇനിയിപ്പോൾ എല്ലാ പണികളും മൂപ്പരാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ
അതിൻ്റെ നല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. എന്തായാലും അങ്ങനെ ഒരുവിധം അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ലെവൽ വരെ എത്തും എന്നുള്ളത്. എല്ലാം നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല രീതിക്കൊക്കെ നടന്നു എന്നുള്ള വേണമെങ്കിൽ ഇപ്പോൾ കൂടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. 2 പുറത്ത് ഡോറ് വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ കൂടെ വേണം. വെള്ള സൗകര്യമായി, കറണ്ട് സൗകര്യമായി, 2 ലൈറ്റ് ഇട്ട് കത്താനുള്ള എല്ലാ സൗകര്യവും ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റായിക്കണേ. ബാക്കിയുള്ള പണികളും കൂടി എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് തീർത്ത് കൂടെ വെച്ചിട്ടാണ്. പിന്നെ ഫുൾ മുകളിലെ ഈ വർക്കുകളൊന്നും ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഇരിക്കുന്ന സ്പേസൊക്കെ നമുക്കിങ്ങനെ ക്യാമറ വിഷ്വല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തു വെച്ചാണ്. ഒരാഗ്രഹമല്ല, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് അങ്ങോട്ട് നോക്കുകയാണ്. ഓക്കെ, അങ്ങോട്ട് പറ്റട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ചോദിച്ചവരോട് എനിക്കിതിൻ്റെ ബഡ്ജറ്റ് എത്രയെന്ന് ഞാൻ കണക്കും കൂട്ടിയിട്ടില്ല, ഞാൻ എഴുതിയും വെച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണെന്ന് പറയാനുള്ള കാര്യം അറിയില്ല. ലക്ഷങ്ങളായെന്ന് ചോദിച്ചാൽ ലക്ഷങ്ങളായിട്ടുണ്ട്, ഒരുപാട് ലക്ഷങ്ങൾക്ക് പോയിട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഞാൻ തന്നെയാണ് ഇതിൻ്റെ പടവും കാര്യങ്ങളും, ബാക്കി കുറേ പ്രൊമോഷനും പൈസയും ആയിട്ടും, മൊത്തം പ്രൊമോഷനല്ല, ചെറിയ സാധനം മെറ്റീരിയലൊക്കെ കുറച്ചൊക്കെ ഇളവുണ്ടാവും, അങ്ങനെയൊക്കെ ആയിട്ടും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ സുഖമായിട്ട് എല്ലാം ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് ബാക്കി പരിപാടികളും കൂടി തീർത്താൽ അൽഹംദുലില്ലാ കൂടിയിരിക്കാം. പിന്നെ കുറേ ആളുകൾ ചോദിച്ച് എങ്ങനെയാണ് പ്രവാസികൾ കേട്ടോ ആ പൈസയുടെ കാര്യം ചോദിച്ച്, ജനലിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ UPVC വിൻഡോ ആണ് ചെയ്യുന്നത്. ഇതിൽ ലാഭം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഉപയോഗമൊക്കെ നമ്മൾ ഇനി ഒരു പരീക്ഷണമാണ്, കണ്ടറിഞ്ഞ് നോക്കാം. ഗൾഫിലൊക്കെ ഈ സിസ്റ്റമാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. എല്ലാവർക്കും ബൈ.